ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്, ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് ബസ് കയറണം അവിടേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കണം. അപ്പോൾ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നുള്ളത് ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യും. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് കുറച്ചും കൂടെ നടന്നാൽ ബസ് സ്റ്റോപ്പിലെത്തും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ സ്കൂൾസൊക്കെ കാണാൻ. ഇതിൻ്റെ ഒരു പെയിൻ്റൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളറ്. അങ്ങനെ കുറച്ചുകൂടെ നടന്നാൽ ഏകദേശം നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തും കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ. ഈ ഉച്ച ടൈമിലാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. ഭയങ്കരമായിട്ട് വെയിലുണ്ട്. ഇതേപോലെ പിങ്കോ അല്ലെങ്കിൽ ബ്ലൂവോ ബസ്സാണ് കേട്ടോ വരിക. നമ്മളെ നാട്ടിലുള്ള പോലെ പ്രൈവറ്റ് ബസ്സിനേക്കാളും കൂടുതലും ഇവിടെ ഗവൺമെൻറ് ബസ്സാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇവിടെ അടുത്ത് സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ഒരു മാളുണ്ട് കേട്ടോ. അവിടേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. എന്താ പറയുക, ബസ്സിലാണെങ്കിൽ അധികം തിരക്കൊന്നുമില്ല. ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടുന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് സിറ്റി സെൻറ്റർ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മിറർ കണ്ടപ്പോൾ ഒരു വീഡിയോ കൂടെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വെയിലുണ്ട് കേട്ടോ. എൻ്റെ ഫേസ് കാണുമ്പോഴേ അറിയുന്നുണ്ടാവും നല്ല രീതിക്ക് തന്നെ വെയിലടിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ അവിടെ എത്തിയിട്ടോ. സിറ്റി സെൻറ്ററാണ് ഈ കാണുന്നത്. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ തീരെ തിരക്കില്ല കേട്ടോ. കാരണം ഞങ്ങൾ വന്നത് സൺഡേ അല്ല. സൺഡേ ആ തോന്നുന്നു ഒന്നുകൂടെ നല്ല തിരക്കുണ്ടാവുക. അതേപോലെ ചില ഷോപ്സ് ഒന്നും ഓപ്പൺ അല്ല. സൺഡേ എല്ലാ ഷോപ്സും ഓപ്പൺ ആയിരിക്കും കേട്ടോ. പിന്നെ സ്റ്റുഡിയോ ഇന്നും ഉണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയ്ക്ക് കയറി. അവൾ ജീൻസൊക്കെ നോക്കിയിട്ടോ. ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആൾ പോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണേ. ഞാനൊരു വീഡിയോ ആണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ വൈപ്സ് വാങ്ങിച്ചിട്ടോ. ഇത് നല്ലതാണോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ചീക്ക് ഷൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലിപ്സ്റ്റിക്, കാജൽ, ഐലൈനർ അതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് വെസ്റ്റേഡിൽ പോയിട്ട് ഈ ഒരു ഡ്രസ്സും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും റോഡിലും നല്ല ബ്ലോക്കാണ്, ബസ്സിലും നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ബസ്സിൽ എന്ന് പറയുമ്പോൾ ലേഡീസിനൊക്കെ ടിക്കറ്റ് ഫ്രീ ആയിരിക്കും കേട്ടോ. ജെൻസിന് ഏകദേശം നമ്മുടെ ഒരു 10 രൂപയുടെ ഉള്ളിലൊക്കെ ടിക്കറ്റിന് റേറ്റ് വരണുള്ളൂ. അങ്ങനെ ഏതായാലും ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മെറീന ബീച്ചിലൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. മെറീന ബീച്ചും ഇവിടെ അടുത്താണ് കേട്ടോ. ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ മെറീന ബീച്ചിക്ക്. അപ്പോൾ അതാണ് ആ കാണുന്നതാണ് കേട്ടോ മെറീന ബീച്ച് എന്ന് പറയുന്നത്. ബീച്ചിക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ MGR ആൻഡ് ജയലളിത മെമ്മോറിയൽ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാട്ടോ വിചാരിച്ചത്. കുറച്ച് തിരക്കുണ്ട്. ഈ നടന്നു പോണതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വ്ളോഗ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ മെമ്മോറിയൽ, MGR ആൻഡ് ജയലളിത മെമ്മോറിയൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം.